guys, welcome to Varan Race Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. സോ നമ്മൾ ഇന്ന് SSC റെയിൽവേ റീസണിംഗ് സെഷൻ്റെ ഒരു സ്പീഡ് മോക്ക് സെഷനാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത്രയും നാൾ പോയിട്ടുള്ള ബേസിക്സ് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു സ്പീഡ് മോക്ക് ആയിട്ട് കൊണ്ടുപോകണം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 74, 92, 115, 143, 176, 217 ആൻഡ് 257 എന്നാണ്. ഇതിൽ റോങ് നമ്പർ സീരീസ് നമ്മൾ ഇത്രയും നേരം ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്പർ സീരീസിൽ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാനായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഇതിൻ്റെ റോങ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. സോ ഞാൻ നിങ്ങൾക്കൊരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 74, 92, 115, 143, 176, 217, 257 എന്ന രീതിയിലാണ് പോയിരിക്കുന്നത്. നമ്മൾ നോക്കിയപ്പോൾ അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സാണ്. സോ അടുത്തടുത്ത് വരുന്ന നമ്പർ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡിഫറൻസ് ഫസ്റ്റ്ലി എടുത്ത് നോക്കി. 74ഉം 92ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 18 ആണ്. ദെൻ 92, 115 എന്ന് പറയുന്നതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 23 ആണ്. ദെൻ 115, 143 എന്ന് പറയുന്നതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 28. ദെൻ 143, 176 എന്ന് പറയുന്നതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 33 ആണ്. ഇവിടെ വരുമ്പോൾ എത്രയാണ് വരുന്നത്? ഇറ്റ്സ് 41 വരും അല്ലേ? സോ ഇവിടെ വരുമ്പോൾ 41 വരും. ദെൻ 41 കഴിഞ്ഞിട്ട് ഇത് വരുവാണെങ്കിൽ സോ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ 18, 23, 28, 33 എന്ന് പറയുന്നത് എല്ലായിടത്തും എന്താണ് ഒരു 5 ആഡ് ചെയ്ത് പോയേക്കുവാണ് അല്ലേ? +5 ആഡ് ചെയ്ത് പോയേക്കുവാണ്. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും 5 ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി വരേണ്ടത് 38 ആയിരുന്നു അല്ലേ? സോ 38-ന് പകരം അവിടെ വന്നേക്കുന്ന എത്രയാണ്? 41 ആണ്. സോ ആ ഒരു സീരീസിൽ റോങ് നമ്പർ ഏതായിരിക്കും? ആ ഒരു എത്രയാണ്? 217 എന്ന് പറയുന്നതായിരിക്കും റോങ് നമ്പർ. കാരണം എന്താണ്? അവിടെ വരേണ്ടത് ശരിക്കും എത്ര ആയിരുന്നു? 38 ആഡ് ചെയ്തായിരുന്നു വരേണ്ടത്. സോ 176 + 38 ആയിരുന്നു അവിടെ വരേണ്ടത് അല്ലേ? 176 + 38 എന്ന് പറഞ്ഞാൽ 214 ആയിരുന്നു അവിടെ വരേണ്ടത്. അതിന് പകരം ഇപ്പോൾ കിടക്കുന്ന എത്രയാണ്? 217 എന്നാണ്. സോ ഇവിടെ ഏതാണ് തെറ്റായിട്ടുള്ളത് ആൻസർ? തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് അല്ലേ? റോങ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 217 ആണ്. ആ 217 കാരണമാണ് അതിൻ്റെ അപ്പുറത്തോട്ട് പോയപ്പോൾ നോക്കി ഇവിടെ എത്രയാണ്? ഒരു 40 ആഡ് ചെയ്തേക്കുന്നത്. സോ ആ ഒരു സീരീസ് നമുക്ക് തെറ്റിപ്പോയത് ഈ ഒരെണ്ണം കാരണമാണ്. സോ ഇതെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള ഉത്തരം. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് മിസ്സിംഗ് ടേം കണ്ടുപിടിക്കാനാണ്. 3, 17, 45, 87 ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക് ദെൻ 213 എന്നാണ് കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ് ടൈം തരാം. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 3, 17, 45, 87 ദെൻ ഒരു ഓപ്ഷൻ ദെൻ 213 എന്നാണ് കിടക്കുന്നത്. സോ ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ കറക്റ്റ് നോക്കി ഇവിടെ എന്ന് പറഞ്ഞാൽ 14 അല്ലേ? 14 ഡിഫറൻസ്. ഇവിടെ വരുമ്പോൾ എത്രയായി? 38 ഡിഫറൻസ്. സോ ഇവിടെ ഡിഫറൻസ് എടുത്ത് നോക്കിയപ്പോൾ എന്താണ്? ഇത് കറക്റ്റായിട്ട് വരുന്നില്ല. കാരണം ഇതൊരു വലിയ ടേംസ് ആണ്. 3, 17, 45, 87 എന്ന് പറയുന്നത് വളരെ വലിയൊരു ടേംസ് ആണ്. സോ ഇവിടെ ഡിഫറൻസ് എടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. വേറെ എന്തോ ആണ് ഇവിടുത്തെ ഉള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ നോക്കിയപ്പോൾ 3, 17 ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഈ ചെയ്തപ്പോൾ എനിക്ക് അറിയുന്നത് ഇതിൻ്റെ കൂടെ ഒരു 14 ആഡ് ചെയ്യുന്നതാണെന്ന് എനിക്ക് കിട്ടി.
സോ അത് വെച്ചിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ എത്രയാണ്? 17ഉം 45ഉം നല്ല രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 2 ഇരട്ടി അല്ലെങ്കിൽ 3ാമത്തെ ഇരട്ടിയിലോട്ട് എത്താറായിട്ടുണ്ട്. സോ 17 × 3 എന്ന് പറയുന്നത് 51 ആ ഒരു രീതിയിലോട്ട് എത്തുന്നുണ്ട്. സോ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 + 14 ആണ് എത്ര? 17 എന്ന് പറയുന്നത് അല്ലേ? 3 + 14 ആണ് 17. സോ ഞാൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. 3 then 17 + 14 × 2. That is 14 × 2 എത്രയാണ്? നമുക്ക് 28 വരും അല്ലേ? 28 + 17 എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 45. ഓക്കെ, ഈ വരുന്ന നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 45 ആണ്. എന്ന് വെച്ചാൽ ഒരു 17ൻ്റെ കൂടെ ഇവിടെ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 28 ആണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ അടുത്ത നോക്കുമ്പോൾ 17ൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്തേക്കുന്നത്? 14 × 3. അടുത്ത നോക്കുവാണെങ്കിൽ 45ഉം 87ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കുവാണ്. ഇവിടെ നോക്കിയപ്പോൾ എത്രയാണ് എനിക്ക് വന്നത്? 42 ആണല്ലേ? എന്ന് വെച്ചാൽ 17ൻ്റെ കൂടെ ഒരു 14 × 3. സോ അപ്പോൾ എത്ര വരും? 87 വരും. സോ അങ്ങനെ പോയപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കിട്ടാൻ തുടങ്ങി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ എത്രയാണ്? അടുത്തത് ഏതാണെന്ന് നോക്കാൻ നെക്സ്റ്റ് നോക്കുമ്പോൾ 87 ഏതോ ഒരു സംഖ്യയാണ്. സോ 87ൻ്റെ കൂടെ 14 × 4 ആഡ് ചെയ്ത് അല്ലേ? 14 × 4 + 87 ഒന്ന് ചെയ്ത് നോക്കി. സോ അപ്പോൾ എനിക്ക് എത്രയാണ് വരുന്നത്? ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ 143 ആണ് വരുന്നത്. സോ 143 ആണ് അടുത്ത മിസ്സിംഗ് നമ്പർ എന്ന് പറഞ്ഞത്. ഡിഫറൻസ് എടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. സോ ഞാൻ നോക്കിയപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കി. എല്ലായിടത്തും ആ നമ്പറിൻ്റെ കൂടെ 14ൻ്റെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്താണ് പോയേക്കുന്നത്. സോ ആ ഒരു രീതിയിൽ ചെയ്തു. 3+ ആദ്യമേ 14 ചെയ്തു. രണ്ടാമത്തത് 17 + എന്താണ്? 14 × 14ൻ്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ എടുത്തു. അങ്ങനെ പോയപ്പോൾ എനിക്ക് എന്ത് ചെയ്തു? ഈ ഒരു സീരീസ് കിട്ടി. നമ്മൾ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. CPOയിലും അതേപോലെ തന്നെ GDയിലും SSC CGLലും എല്ലാം ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സീരീസ് പോകുന്നത്. സോ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയറിൽ ഏതൊക്കെയാണ് നമുക്ക് വരുന്ന ആ ഒരു ടെക്നിക്സ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ അതേപോലെ വരില്ല എങ്കിലും ആ ടെക്നിക്സ് നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം ആ ടെക്നിക്ക് വെച്ചിട്ടായിരിക്കും വേറെ ക്വസ്റ്റ്യൻസും ജനറേറ്റ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഒരു 10 സീരീസെങ്കിലും സ്പീഡ് മോക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു 10 സ്പീഡ് മോക്സിലും ഡിഫറെൻറ്റ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് പോയേക്കുന്നത്. സോ നിങ്ങളെല്ലാം ഇരുന്ന് കാണുക. ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു പ്രാക്ടീസ് സെഷൻ നല്ല യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 143. സെക്കൻഡ് ഓപ്ഷനാണ് 143 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വിഷൻ എന്ന് പറയുന്ന കോഡ് ചെയ്തേക്കുന്നത് 176ലോട്ടാണ്. ആൻഡ് സീയിങ് എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് എന്തിലോട്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഒരു 30 സെക്കൻഡ് ടൈം തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ ഇവിടെ നോക്കുമ്പോൾ വിഷൻ എന്ന് പറഞ്ഞേക്കുന്ന കോഡ് ചെയ്തേക്കുന്നത് 176 എന്നാണ് അല്ലേ? 176 എന്നാണ് വിഷൻ എന്ന് പറയുന്നത് കോഡ് ചെയ്തേക്കുന്നത്. എന്നാൽ സീയിങ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് കോഡ് ചെയ്തേക്കുന്നത് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ വിഷൻ്റെ എന്താണ് പൊസിഷണൽ വാല്യൂസ് എഴുതി വെച്ചു. ദാറ്റ് ഈസ് 22 + 9 + 19 + 9 + 15 + 14 അല്ലേ? സോ വിഷൻ്റെ ഇത് എഴുതി വെച്ചു. ദെൻ അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലേ? നമുക്ക് എത്രയാണ്? 176 ആണ് വന്നേക്കുന്നത്. ഞാൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുന്നു. ആഡ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എത്രയാണ്? 88 ആണ് വരുന്നത് അല്ലേ? 22 + 9 + 19 + 9 + 15 + 14 എന്ന് പറയുന്നത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേന് എനിക്ക് എത്രയാണ് വരുന്നത്? 88 എന്നാണ് വരുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ തന്നേക്കുന്ന കോഡ് എന്ന് പറഞ്ഞാൽ 176 ആണ്. 88 × 2 ആണ് എത്ര? 176 എന്ന് പറയുന്നത് അല്ലേ? 88 × 2 ആണ് 176. സോ നമുക്ക് അടുത്തത് നോക്കാം. സീയിങ് എന്ന് പറയുന്നത് ഞാനൊന്ന് കോഡ് ചെയ്ത് നോക്കാം. ഇതെന്ന് പറയുന്നത് 19, 5, 5, 9, 14 ആൻഡ് എത്രയാണത്? 7 എന്നാണ് അല്ലേ? സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര എനിക്ക് വരുന്നത്? 59 എന്നാണ് അല്ലേ? സോ 5 + 5 10 എന്ന് പറഞ്ഞു. 19ഉം 9ഉം കൂടെ 28. 28 + 14 +
7. എല്ലാവരും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 59 ആണ് വരുന്നത്. സോ 59 എന്ത് ചെയ്യുക? 59 ഇൻറ്റു 2 ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് 59 ഇൻറ്റു 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 118. സോ കറക്റ്റ് ആൻസർ എത്താണ്? ഓപ്ഷൻ 3 118 ആണ് എന്തിവിടെ കറക്റ്റ് ആൻസർ. നമ്മൾ ആദ്യമേ എന്ത് ചെയ്തു? എല്ലാത്തിൻ്റെയും പൊസിഷണൽ സം എല്ലാം കൂടെ എടുത്ത് ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. സോ അതാണ് ഈ ഒരു കോഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം, കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ഒന്നോ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് മാക്സിമം വരാറുള്ളതാണ്. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസുകൾ എപ്പോഴും ചോദിക്കുന്നതാണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. സോ അത് വെച്ചിട്ട് നിങ്ങൾ ആ കോഡിങ്ങിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് ആകുക, പൊസിഷൻ വാല്യൂസ് നല്ല രീതിയിൽ പഠിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വരുന്ന വരാൻഡ റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. സോ ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ വരാൻഡ റേസിലുള്ള ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിനും ആദ്യമേ ഒരു ക്ലാസ്, പിന്നെ ഒരു സർക്കിൾ സെഷൻ, ഒരു എക്സ്ട്രീം സർക്കിൾ, സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ ആൻഡ് ഒരു മോക്ക് ഇൻ്റർവ്യൂ. ഈ 6 ലെവൽസിലൂടെയാണ് ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡൻസും കടന്നു പോകുന്നത്. ആദ്യമേ ഒരു ബേസിക് ക്ലാസ് കൊടുക്കും. മികച്ച ഫാക്കൽറ്റീസിനെ വെച്ചിട്ട് ഒരു 6 എല്ലാ സബ്ജക്റ്റിനും വേണ്ടി നമുക്കറിയാം. SC ആണെങ്കിൽ 4 സബ്ജക്റ്റ് ഉണ്ട്, GA, കോണ്ട്, ദെൻ റീസണിങ് ആൻഡ് എന്താണ് ഇംഗ്ലീഷ്. അതേപോലെ തന്നെ റെയിൽവേക്ക് ആവുകയാണെങ്കിൽ റെയിൽവേക്ക് ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കി 3 സബ്ജക്ട്സും ഉണ്ട്. സോ ഇതിനെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് ഫാക്കൽറ്റീസിനെ വെച്ച് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞൊരു സർക്കിൾ സെഷൻ ഉണ്ട്, ഒരു മെൻ്റർ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് സർക്കിൾ സെഷൻ ഉണ്ട്. അത് കഴിഞ്ഞൊരു എക്സ്ട്രീം സർക്കിളും സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇനി വരുന്ന എക്സാംസിനെ ഇപ്പം നോക്കുവാണെങ്കിൽ റെയിൽവേയുടെ ALP വരുന്നുണ്ട്, അതേപോലെ തന്നെ പല എക്സാംസുകളും വരുന്നുണ്ട്. ആ എക്സാംസിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ ഇതാക്കാൻ വേണ്ടി കുറച്ചും കൂടെ നല്ല രീതിയിൽ എക്സ്പെർട്ടൈസ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രീം ബാച്ചും സൂപ്പർ ബാച്ചും തുടങ്ങുന്നത്. പിന്നെ ഒരു റിപ്പ് സെഷൻ, പിന്നെ ഒരു മോക്ക് ഇൻ്റർവ്യൂ ആണുള്ളത്. ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാംസിനും നമ്മളൊരു മോക്ക് ഇൻ്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസിൻ്റെ അഡ്മിഷൻ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ രണ്ട് നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തതും ഒരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഒരു 30 സെക്കൻഡ് ടൈം തരാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് SILVER എന്ന് പറയുന്ന കോഡ് ചെയ്തേക്കുന്നത് JDQMXQ എന്നാണ്. നമുക്ക് അതിൻ്റെ പൊസിഷണൽ വാല്യൂസ് ഒന്ന് എഴുതാം. ഇത് 19, 9, 12, then ഇത് എത്രയാണ്? 22, 5, 18. ദെൻ ഇവിടെ വരുമ്പോൾ 10, ദെൻ അടുത്ത എന്താണ്? 4, 7. ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. സോ ഇവിടെ നോക്കിയപ്പോൾ ഒരു പ്രത്യേക പാറ്റേൺസ് ഒന്നും വന്നിട്ടില്ല. നമുക്കിവിടെ നോക്കുമ്പോൾ 19ഉം 10ഉം ആണ്, 9ആണ് ഡിഫറൻസ് വരുന്നത്. അടുത്ത നോക്കിയപ്പോൾ ഇവിടെ ഒരു 50 ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടെ നോക്കിയപ്പോൾ എന്താണ്? ഒരു 5 ഡിഫറൻസ് വരുന്നുണ്ട്. വീണ്ടും ഇവിടെ നോക്കിയപ്പോൾ എത്രയാണ്? ഒരു 5 ഡിഫറൻസ്. സോ ആ ഒരു രീതിയിലാണ് പോയേക്കുന്നത് അല്ലേ? സോ ആ ഒരു മെത്തേഡിലാണ് പോയേക്കുന്നത്. നമുക്ക് കറക്റ്റായിട്ടൊരു പാറ്റേൺ ഇല്ല. കറക്റ്റായിട്ടൊരു പാറ്റേൺ ഇല്ല. ഇവിടെ ആണെങ്കിൽ 9 കുറഞ്ഞിരിക്കുന്നു. ദെൻ വീണ്ടും ഇവിടെ എത്രയാണ്? സോ ഈ ഒരു രീതി 1 കുറഞ്ഞേക്കുന്നു. സോ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കറക്റ്റ് പാറ്റേൺ നമുക്ക് കിട്ടുന്നില്ല. സോ ആദ്യമേ എന്താ ചെയ്യണേന്ന് നോക്കാൻ നമുക്ക് നോക്കിയപ്പോൾ സിൽവർ എന്ന് പറയുന്ന കോഡ് ചെയ്തേക്കുന്നത് JDQMXQ എന്നാണ്. സോ ഇതിന് വേറൊരു രീതിയിലാണ് കോഡിങ് ചെയ്തതെന്ന് വെച്ചാൽ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യണേന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ ഈ ഒരു സിൽവറിലുള്ള എല്ലാ ആൽഫബറ്റ്സിനെയും നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുക. സോ സിൽവറിലുള്ള ഓരോ ആൽഫബറ്റ്സിനെ എന്ത് ചെയ്യുക? നമുക്ക് ആൽഫബറ്റിക്കൽ ഓർഡറിലൊന്ന് എഴുതി നോക്കാം. സിൽവറിൽ ആദ്യമായി വരുന്നത് എന്താണ്? E ആണ്. ദെൻ എത്രയാണ് വരുന്നത്? I, ദെൻ L, ദെൻ R, S, V. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുന്നത്. ഇനി ഇതും ഈ ഒരു കോഡും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് നോക്കാം. ഇതും എന്തൊക്കെയാണ്? J, പിന്നെ വന്നേക്കുന്ന D, സോ നമുക്ക് വന്നേക്കുന്നത് J, D,
J, D, Q, M, X ആൻഡ് Q എന്നാണ് വന്നേക്കുന്നതല്ലേ. സോ നമ്മൾ നോക്കുമ്പോൾ ഈയുടെ 5 ആണ്. സോ 5 + 5 ആണ് എത്ര? J വന്നേക്കുന്നല്ലേ. I എന്ന് പറയുന്നത് 9 ആണ്. 9ൽ നിന്നൊരു 5 കുറയ്ക്കുന്നതാണ് D. ദെൻ ഇവിടെ നോക്കുമ്പോൾ ഇത് 12 ആണ്. 12ൽ നിന്നൊരു 5 കൂട്ടുന്നതാണ് എത്ര? 17 എന്ന് പറയുന്നത്. സോ ഒരു +5 -5 +5 -5 എന്ന് പറഞ്ഞ് ഓൾട്ടർനേറ്റ് ആയിട്ട് പോകുന്ന ഒരു സീരീസ് ആണെന്ന് വെച്ചാൽ ആദ്യമേ ഈ നമ്പേഴ്സിനെ ഈ ഒരു സിൽവർ എന്ന് പറഞ്ഞ ഇതിനെ എല്ലാത്തിനെയും ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുക. ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മൾ +5 -5 എന്ന് പറയുന്ന ഒരു കോഡാണ് ഇവിടെ വന്നേക്കുന്നത്. സോ നമുക്ക് അടുത്ത ഒരു വിസ്ഡവും അതേ രീതിയിലാണ് പോയേക്കുന്നത്. ID, RJ, XR. നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടി. സോ നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചെയ്ത് നോക്കാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെയാണ്? കെൻസ്റ്റർ ആണല്ലേ. സോ KENSTAR കെൻസ്റ്റർ ആണ് നമുക്ക് എന്താ എഴുതുന്നത്? കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ കെൻസ്റ്റർ എന്ന് എഴുതി. ഇനി അതിനെ ആൽഫബറ്റിക്കൽ ഓർഡറിലോട്ട് മാറ്റുക. A, E, ദെൻ എന്താണ്? AE, ദെൻ K, R, S, ദെൻ ഒരു N ഉണ്ട്. N, AEKN, ദെൻ എന്താണ്? R, S, ലാസ്റ്റ് ഒരു T. ഈ ഒരു രീതിയിലായിരിക്കും കെൻസ്റ്ററിനെ കോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുകയാണ്. സോ നമുക്ക് അതിൻ്റെ പൊസിഷണൽ വാല്യൂസ് ഒന്ന് എഴുതാം. പൊസിഷണൽ വാല്യൂസ് എഴുതുന്ന 1, 5, 11, ദെൻ ഇത് എത്രയാണ്? 14, 18, 19, 20. ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 5 കൂട്ടി 5 കുറച്ചാണ് നമുക്ക് എഴുതേണ്ടത്. സോ നമുക്ക് 5 കൂട്ടാം. 5 കൂട്ടുമ്പോൾ ഇവിടെ വരുന്നത് 6 എന്ന ഇതാണല്ലേ. സോ 5 കൂട്ടുമ്പോൾ എനിക്ക് 6, ദാറ്റ് ഈസ് F ആണ് വരുന്നത് അല്ലേ. 6 വന്നു, ദാറ്റ് ഈസ് F. ഇനി എന്താ? 5 കുറയ്ക്കുക. 5 കുറയ്ക്കുമ്പോൾ എന്താണ്? 5ൽ നിന്ന് 5 കുറച്ചാൽ തന്നെ എനിക്ക് വരുന്നത് ഏതാണ്? Z ആണ് വരുന്നത് അല്ലേ. 26ാമത്തെ Z ആണ് വരുന്നത്. സോ Z ആണ് ഇവിടെ വരുന്നത്. അടുത്ത് നോക്കുമ്പോൾ ഇവിടെ വീണ്ടും 5 കൂട്ടുമ്പോൾ എനിക്ക് 16 ആണ് വരുന്നത്. 16ൻ്റെ ഇതിൽ എത്താണ് വരുന്നത്? 16 എന്ന് പറയുന്നത് P ആണ്. സോ FZP എന്ന് വരുന്നത് ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. സോ ബാക്കിയും കൂടെ ചെയ്ത് നോക്കുക. അടുത്തെന്ന് പറയുന്നത് വീണ്ടും 5 കുറയ്ക്കുക. അപ്പോൾ എത്രയാണ് വരുന്നത്? 9 ആണ് വരുന്നത്. 9 വരുമ്പോൾ എനിക്ക് എത്ര വരുന്നത്? ദാറ്റ് ഈസ് I ആണ് വരുന്നത്. സോ FZPI എന്ന് പറയുന്നത് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 3. തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇത് ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ എപ്പോഴും ടഫും കൂടെ പഠിച്ചു വയ്ക്കുക. കാരണം നമുക്ക് ആ ഒരു ഷിഫ്റ്റ് പാടാകാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും നമുക്ക് ഇച്ചിരി ടഫ് ലെവൽ തരാറുണ്ട്. സോ ഈ ഒരു ടഫ് ലെവൽ ആക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയെന്ന് മനസ്സിലാവുന്നു വിചാരിക്കുന്നു. നമുക്കൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7, 3.5, 3.5, 7, 28 എന്ന് പറയുന്ന ഒരു ഇതാണ്. സോ ഈ കോഡിൽ വരുമ്പോൾ ഇതിന് എന്താണ് ഇനി നെക്സ്റ്റ് നമ്പർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 7, ഓക്കെ, നമ്മളിവിടെ നോക്കുവാണെങ്കിൽ 7, 3.5, 3.5, 7, 28 ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്പർ സീരീസ് ഈ ഒരു രീതിയിൽ പോയേക്കുന്നതുകൊണ്ട് ഇത് നോക്കുമ്പോൾ 7ഉം 3.5ഉം തമ്മിലുള്ളത്. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? നമ്പർ സീരീസ് ഒന്ന് എടുക്കുവാണ്. സോ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് *0.5 ആണ്. അല്ലെന്ന് വെച്ചാൽ 7ൻ്റെ പാതിയാണ് 3.5 എന്ന് പറയുന്നത്. സോ 0.5 വരുന്ന ടേബിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതെന്ന് പറയുന്നത് 7 × 3.5 ആണ് 3.5 × 1 ആണ് 0.5 എന്ന് പറയുന്നത്. ദെൻ ഇവിടെ വരുമ്പോൾ ഇൻറ്റു എത്രയാണ്? 2 ആണ്. സോ × 2. അടുത്ത് വരുമ്പോൾ × 4. സോ ഇവിടെ പോയേക്കുന്നത് 0.5, 1, 2, 4. അപ്പോൾ അടുത്ത് വരുന്നത് എന്തായാലും ×
8 ആയിരിക്കും. സോ ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് 4 ആയിരിക്കും. അപ്പം 224 ആണ് ഇവിടെ എന്ത് വരുന്നത്? 28 × 4 എന്ന് പറയുന്നത് 224 ആണ്. ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. സോ 224 വരുന്നതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ 3 ആണ് എന്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ദാസ് എന്ന് പറയുന്ന ഹാസ് ഒരു ബ്രദർ ഉണ്ട് അനുജ്. ദാസ് ഈസ് ദ സൺ ഓഫ് ചന്ദ്രൻ. വിജയ് ഈസ് ചന്ദ്രൻസ് ഫാദർ. ഇൻ ടേംസ് ഓഫ് റിലേഷൻഷിപ്പ് വാട്ട് ഈസ് അനുജ് ഓഫ് വിജയ്? ആ ഒരു രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതൊരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ദാസ് എന്ന് പറയുന്നത് ഹാസ് എ ബ്രദർ അനുജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാസിൻ്റെ ബ്രദറാണ് അനുജ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിൻ്റെ ജെൻഡർ കിട്ടി. ഇനി എന്താ പറഞ്ഞത്? ദാസ് ഇസ് ദ സൺ ഓഫ് ചന്ദ്രൻ. ചന്ദ്രൻ്റെ സണ്ണാണ് ദാസ് എന്ന് പറയുന്നത്. ഇനി വിജയ് ഈസ് ചന്ദ്രൻസ് ഫാദർ എന്ന് പറയുന്നുണ്ട്. ചന്ദ്രൻ്റെ ഫാദറാണ് ആര്? വിജയ് എന്ന് പറയുന്നത്. സോ ഇതൊരു 3 ജനറേഷനുള്ള ഇതാണ്. സോ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അനുജ് ഓഫ് വിജയ്? അനുജ് എന്ന് പറയുന്നത് വിജയുടെ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ അനുജ് എന്ന് പറയുന്നത് വിജയുടെ ഗ്രാൻഡ് സൺ ആണ് അല്ലേ? 3 ജനറേഷൻ ഉണ്ട്. അപ്പോൾ ഗ്രാൻഡ് സൺ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ സോ ഇത് ചെയ്യാൻ ഞാനൊരു 30 സെക്കൻഡ് ടൈം തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. സോ ഈ ക്വസ്റ്റ്യനിൽ വരുന്നത് നമുക്ക് കുറച്ച് സിമ്പിൾസ് തന്നിട്ടുണ്ട്. ഇത് കോഡ് വെച്ചിട്ടുള്ള ബ്ലഡ് റിലേഷൻ ആണ്. നോക്കുമ്പോൾ എസ് എന്ന് പറയുന്നത് മദറിനെ കുറിച്ചാണ്. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് സിസ്റ്റർ, പ്ലസ് എന്ന് പറയുന്നത് ബ്രദർ ആൻഡ് അറ്റ് എന്ന് പറയുന്നത് ഫാദർ. ഈ ഒരു രീതിയിലാണ് പോയിരിക്കുന്നത്. സോ നമ്മളോട് ചോദിച്ചേക്കുന്നത് ജെയുടെ റിലേഷൻ വിത്ത് റെസ്പെക്ട് ടു എയും ജെയും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. സോ കോഡ് നമ്മൾ ഇതാക്കുകയാണെങ്കിൽ A@F എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? സോ അറ്റ് എന്ന് പറയുന്നത് ഇതാക്കുന്നത് A is the father of F എന്നാണ് കിടക്കുന്നത്. സോ ഫാദർ ഓഫ് F. ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് FSM. എസ് എന്ന് പറയുന്നത് എന്താണ്? മദർ എന്നാണ്. സോ F is the mother of എന്താണ്? M. സോ A is the father of ആരാണ്? Fന്റെ ഫാദർ ആണെന്നാണ്. A is the father of F. Then F എന്ന് പറയുന്നത് is the son of എന്താണ്? F എന്ന് പറയുന്നത് is the mother of M. എമ്മിൻ്റെ മദറാണ് എഫ് എന്ന് പറയുന്നത്. M പെർസെൻറ്റേജ് ജെ. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സ് എന്നാണ്. മൈനസ്. സോ ജെ ഒരേ ഡയറക്ഷനിൽ വരുന്നതാണ് മൈനസ്. ദെൻ ജെ പ്ലസ് ടി എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ജെ പ്ലസ് എന്ന് പറഞ്ഞാൽ ജെ ഈസ് ദ ബ്രദർ ഓഫ് ടി. ടിയുടെ ബ്രദറാണ് ജെ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ജെയും എയും തമ്മിലുള്ള ഇതിലേതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നതെന്നാണ്. സോ ജെയും എയും നോക്കുവാണെങ്കിൽ ജെ ഈസ് ദ മദർ ഇൻ ലോ ഓഫ് എയുടെ മദർ ഇൻ ലോ അല്ല, കാരണം 3 ജനറേഷൻ ഉണ്ട്. സോ അടുത്ത് നോക്കുമ്പോൾ എ ഈസ് ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ജെ. ജെയുടെ ഗ്രാൻഡ് ഫാദർ ആണ്. സോ കറക്റ്റ് ആണ്. എയുടെ ഗ്രാൻഡ് ഫാദർ ആണ്. ജെയുടെ ഗ്രാൻഡ് ഫാദർ ആണ് ആര്? എ എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള എന്തെന്ന് പറയുന്നത്. എ ഈസ് ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ജെ എന്നാണ് വരുന്നത്. സോ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളായിരുന്നു. ഈ ഒരു 7 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാ ഇത്രയും നേരം ചെയ്തതെല്ലാം ഈ ഒരു SSC, CGL, CHSL, CPO അതേപോലെ തന്നെ എല്ലാത്തിൽ നിന്നും വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡ് ആക്കുന്നത്. സോ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.